കാരണം 22.63 ലക്ഷം തൊഴിലാളികളാണ്. അവരുള്ളിൽ തീയുമായിട്ടാണ് കഴിയുന്നത്. എന്തായിരിക്കും തൊഴിലുറപ്പിന്റെ ഭാവി എന്ന ആധിയിലാണ് അവർ കഴിയുന്നത്. കോൺഗ്രസ് എപ്പോഴും ആത്മപ്രശംസ നടത്താറുള്ളത് അവർ കൊണ്ടുവന്നതാണ് തൊഴിലുറപ്പ് നിയമം എന്നതാണ്. യഥാർത്ഥത്തിൽ 2004 UPA ഗവൺമെന്റിന് ഇടതുപക്ഷം പിന്തുണ കൊടുത്തപ്പോൾ ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദം കൊണ്ട് മാത്രം അവർ നടപ്പാക്കാൻ നിർബന്ധിതമായതാണ്. അത് വലിയ വിജയമായപ്പോ, അതിന് വലിയ അംഗീകാരം കിട്ടിയപ്പോൾ മാത്രം അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വന്നവരാണ് കോൺഗ്രസ്. മാത്രമല്ല, ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ച ശേഷം തൊഴിലുറപ്പിനെ അട്ടിമറിക്കാനുള്ള നീക്കം 2ാം UPA ഗവൺമെന്റ് തുടങ്ങിയതാണ്. അതിപ്പോ BJP പൂർത്തിയാക്കിയെന്നേ ഉള്ളൂ. ആദ്യമായിട്ട് തൊഴിലുറപ്പിന്റെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് ചിദംബരം ധനകാര്യമന്ത്രിയാവുമ്പോഴാണ്, 2ാം UPA ഗവൺമെന്റിന്റെ കാലത്ത്. അപ്പൊ അത്തരമൊരു വിഷയത്തിൽ ഇന്ന് സഭയിൽ നമ്മൾ കണ്ടത് പ്രതിപക്ഷത്തിന്റെ ഈ ലക്ഷക്കണക്കിന് മനുഷ്യരോടുള്ള, അവരുടെ പ്രശ്നത്തോടുള്ള ക്രൂരമായിട്ടുള്ള അവഗണനയാണ്. അതിൽ അത്ഭുതമില്ല. കാരണം BBG റാംജി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് തൊഴിലുറപ്പിന്റെ കഥ കഴിച്ച ശേഷം നേരെ പ്രിയങ്ക ഗാന്ധിയും കൂട്ടരും മോദിയുടെയും കൂട്ടരുടെയും കൂടെ ചായ കുടിക്കാനാണ് പോയത്. ആ ദൃശ്യങ്ങൾ വൈറലായതാണല്ലോ. ഒരു ബില്ലിനെ കുരുതി കൊടുത്ത ശേഷം ഒരുമിച്ച് പോയിരുന്ന് ചായ കുടിക്കാൻ ഒരു മനസാക്ഷി കുത്തും പ്രിയങ്ക ഗാന്ധിക്കും കൂട്ടർക്കും ഉണ്ടായിട്ടില്ല. ഇപ്പൊ നിയമസഭയിൽ സഭ ഒറ്റക്കെട്ടായതെന്ന് കേരളത്തിന്റെ വികാരം അറിയിക്കേണ്ട ഒരു സന്ദർഭത്തിൽ നമ്മൾ കണ്ടത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ്. ഗാന്ധിജിയുടെ പേര് മാറ്റിയ ഒരു ബില്ല്, പേര് മാത്രമല്ല അതിലെ വിഷയം. പക്ഷേ ഗാന്ധിജിയേക്കാൾ വലുത് വേറൊരു ഗാന്ധിയാണ് എന്നാണ് ഇപ്പൊ ഇന്ന് നമ്മൾ സഭയിൽ കണ്ടത്. കോൺഗ്രസിന് വേറൊരു ഗാന്ധിയെ ന്യായീകരിക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് കണ്ടു. മഹാത്മാഗാന്ധിയുടെ പേരും മാറ്റി 100 ദിവസം തൊഴിൽ ഉറപ്പു നൽകുന്ന ഒരു നിയമം അട്ടിമറിച്ച് അതിനെതിരെ സഭ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സന്ദർഭത്തിൽ അതിന് തയ്യാറായില്ല. അപ്പൊ BJPയെ ഒരു തരത്തിലും അലോസരപ്പെടുത്താൻ തങ്ങളില്ല എന്ന സന്ദേശം കൂടിയാണ് ഇന്ന് നൽകിയത്. തൊഴിലുറപ്പ് നിയമത്തിനെതിരെ കേരള നിയമസഭ ഒറ്റക്കെട്ടായിട്ടൊരു പ്രമേയം പാസാക്കിയാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എത്ര വലുതാണ്. അങ്ങനെ ഒരു അലോസരം BJPക്ക് സൃഷ്ടിക്കാൻ തങ്ങളെ കിട്ടില്ല എന്ന നിലപാടാണ് ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അത് തടസ്സപ്പെടുത്താൻ ഉന്നയിച്ചത് ശബരിമല വിഷയമാണ്. കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് ശബരിമല മിണ്ടിയിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു, ഇപ്പൊ പഴയ ആവേശം കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഗത്യന്തരമില്ലാതെ ഇന്ന് വീണ്ടും ആ പ്രശ്നം ഉന്നയിച്ചത്. മാത്രമല്ല, അന്വേഷണം തങ്ങളിലേക്ക് നീളുന്നു എന്ന ഭയം ഇപ്പൊ പ്രതിപക്ഷത്തിനുണ്ട്. SITക്കും ഹൈക്കോടതിക്കും തന്നെ മേൽ സമ്മർദ്ദം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നീക്കം പ്രതിപക്ഷ നേതാവ് നടത്തുക. അത് ഗുരുതരമായൊരു നീക്കമാണ്. ഹൈക്കോടതിയെ തന്നെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇപ്പൊ നീക്കം നടത്തുന്നത്. കാരണം ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തുന്നത്. SITക്ക് മേൽ സമ്മർദ്ദം ഉയർത്തുന്നതിനെ ഹൈക്കോടതി നിശിതമായിട്ട് വിമർശിച്ചു നേരത്തെയുള്ളൊരു വിധിയിൽ. ബാഹ്യശക്തികൾ SITക്ക് മേൽ ആക്ഷേപങ്ങൾ ചൊരിയുകയാണ്. SITയിൽ അംഗങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ്. അത് മുഴുവൻ തള്ളിക്കളയുന്നു എന്നും SITയിലുള്ള വിശ്വാസം ഞങ്ങൾ ആവർത്തിച്ചുറപ്പിക്കുന്നു ഹൈക്കോടതി പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഈ ആരോപണം ഉയർത്തുന്നത് ഹൈക്കോടതിയെ തന്നെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ ഏറ്റവും ഒടുവിലെ ഹൈക്കോടതിയുടെ ഉത്തരവ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ജനുവരി 5 ഉത്തരവുണ്ട്. അതിലെ പാരഗ്രാഫ് 11 നോക്കൂ. പ്രതിപക്ഷ നേതാവ് ചില പഴയ ഉത്തരവ് സെലക്റ്റീവായിട്ട് ഉദ്ധരിക്കുന്നത് കണ്ടു. ഏറ്റവും ഒടുവിലൊരു ഉത്തരവുണ്ട്. എന്താ പറയുന്നത്? ഹാവിംഗ് എക്സാമിൻഡ് ദ ഇൻവെസ്റ്റിഗേഷൻ carried out thus far, which has been undertaken in a structured, phased and comprehensive manner,
We are firmly of the view that the investigation is proceeding strictly in accordance with law and along the correct lines. അതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ അന്വേഷണത്തെ മുഴുവൻ പരിശോധിച്ച ശേഷം വി ആർ ഫേംലി ഓഫ് ദ വ്യൂ, ഞങ്ങൾ ഉറച്ച അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. എന്താണ്? അന്വേഷണം തികച്ചും നിയമപരമായും ശരിയായ വഴിയിലുമാണ് പോകുന്നത്. അപ്പോ തികച്ചും നിയമപരവും ശരിയായ വഴിയിലുമാണ് അന്വേഷണം പോകുന്നത് എന്ന് അന്വേഷണ പുരോഗതി തുടർച്ചയായി പരിശോധിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, പ്രതിപക്ഷം സഭയിൽ പറയുകയാണ്, അന്വേഷണ സംഘത്തിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന്. യഥാർത്ഥത്തിൽ അന്വേഷണ സംഘത്തിനെയും ഹൈക്കോടതിയെയും സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. ഇത് അങ്ങേയറ്റം ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള നീക്കമാണ്. എന്താ പ്രതിപക്ഷ നേതാവിന്റെ വിചാരം? ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ഇത്തരം പ്രസ്താവനകളിൽ ഭയപ്പെട്ട് ആ സമ്മർദ്ദത്തിന് കീഴടങ്ങുമെന്നാണോ? അത് വളരെ വ്യക്തമല്ലേ? പൂർണ്ണമായും നിയമപരമാണ്, ശരിയായ വഴിയിലാണ് അന്വേഷണമെന്ന് ഹൈക്കോടതി ഉറച്ചു പറഞ്ഞു. ഫാമിലി ഓഫ് ദ വ്യൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ പറയാണ് അന്വേഷണം ശരിയായ വഴിയിലല്ല. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, പ്രതിപക്ഷ നേതാവിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ പറ്റില്ല, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ പറ്റും. പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെയൊക്കെ ചോദ്യം ചെയ്യണം, അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യണം എന്നതാണ്. അതിനല്ലല്ലോ ഹൈക്കോടതി അവിടെ ഇരിക്കുന്നത്. ഹൈക്കോടതിക്ക് മുകളിലാണ് പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നത്. ഹൈക്കോടതിയോട് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവിന് അല്പം ചുരുക്കുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പണ്ട് ചോദിച്ചതാണല്ലോ കോടതി, ഈ പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന്. ആ ചുരുക്ക് കൂടിയാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ ശബരിമല അന്വേഷണം UDF-ലേക്ക് വരുന്നു എന്നതിന്റെ പരിഭ്രാന്തി കൂടി നമുക്കിപ്പോ വായിക്കാൻ കഴിയും പ്രതിപക്ഷത്തിന്റെ നടപടികളിൽ. ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ അസംബന്ധ നാടകം പ്രതിപക്ഷം നടത്തുന്നത്? ഞങ്ങളൊന്നും ഒരു ഘട്ടത്തിലും അന്വേഷണത്തെ തള്ളി പറഞ്ഞിട്ടില്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലപാടാണല്ലോ ഗവൺമെന്റ് എടുത്തത്. ഒരു ഘട്ടത്തിലും ഞങ്ങളതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും പറഞ്ഞിട്ടില്ല. ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, പ്രതിപക്ഷത്തിനാണ് വിശ്വാസം ഇല്ലാത്തത്. അപ്പൊ ഇപ്പോ ചിലരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഇറങ്ങുന്നത്. അത് ഇന്നത്തോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. പക്ഷെ പ്രതിപക്ഷം ഈ സമ്മർദ്ദമൊന്നും ഉയർത്തിയത് കൊണ്ട് അവരിലേക്ക് അന്വേഷണം എത്താതിരിക്കില്ല. വാജിവാഹനം കൈമാറിയത്, കോൺക്രീറ്റ് കൊടിമരം ചിതലരിച്ചു എന്ന് കഥയുണ്ടാക്കിയത്, അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ അകത്താവുക തന്നെ ചെയ്യും. കോൺക്രീറ്റ് കൊടിമരം ചിതലരിച്ചു എന്ന് കഥയുണ്ടാക്കാൻ ധൈര്യം ഉള്ളവരാണ് ഞങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കുന്നത്. അവരെ ഒപ്പം കൂട്ടിയിട്ടാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. അതാ പറഞ്ഞത്, ഇന്നലെ ഇപ്പൊ ഒരു പ്രധാന സംഭവം ഉണ്ടായല്ലോ. പ്രതിപക്ഷ നേതാവ് ഓരോ ദിവസവും എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചർച്ചയെ അദ്ദേഹം ഭയക്കുന്നത്. അല്ലെങ്കിൽ രണ്ടവസരം എന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, പ്രതിപക്ഷം നിരായുധരായി പോയത് കൊണ്ടല്ലേ അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുക്കാത്തത്? സാധാരണ എപ്പോഴും എങ്ങനെ ഇറങ്ങിപ്പോവാ? അടിയന്തര പ്രമേയത്തിന് അനുമതി തന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ അടിയന്തര പ്രമേയത്തിന് അനുമതി തരുമോ എന്ന് പേടിച്ചിട്ട് വെല്ലിലിറങ്ങുന്ന പ്രതിപക്ഷത്തെയാണ് നമ്മൾ കാണുന്നത്. അതാണ് പ്രതിപക്ഷത്തിന്റെ പേടി. അടിയന്തര പ്രമേയത്തിനെങ്ങാനും അനുമതി തന്നു കളയുമോ എന്ന് ഭയക്കുന്ന ഒരു പ്രതിപക്ഷത്തെ കാണാണ്. ചർച്ച വന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ തൊലിയുരിക്കപ്പെടും, പ്രതിപക്ഷത്തിന്റെ തൊലിയുരിക്കപ്പെടും. കാരണം അദ്ദേഹം ഒരു കൈ കൊണ്ട് ഗോൾവാൾക്കറുടെ
ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് തെളിയിച്ചു വണങ്ങുകയും വേറൊരു കൈകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് താമ്രപത്രം എഴുതി കൊടുക്കുകയും ചെയ്ത ആളാ. അധികം കാലമായിട്ടില്ല പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തെ ന്യായീകരിച്ച് അവരിപ്പോ പഴയ പോലെയൊന്നുമല്ല, നല്ല കുട്ടികളാണ്, ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന വാദമൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത്. ഇന്നലെ ഷെയ്ഖ് മുഹമ്മദ് കാരിഖൊന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരു സത്യവിശ്വാസിയും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയില്ല. നിങ്ങൾ ആരെങ്കിലും പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചോ? വലിയൊരു സൗകര്യം അദ്ദേഹത്തിനുണ്ട് കേട്ടോ. അസൗകര്യമുള്ള ചോദ്യം ആരും ചോദിക്കില്ല. അദ്ദേഹം മറുപടി പറയണ്ടേ? ഇപ്പോ വെൽഫെയർ പാർട്ടിയായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുമോ? കാരണം ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചു എന്ന ന്യായമാണല്ലോ വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടാക്കിയതിന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് സർട്ടിഫിക്കറ്റ് കൊടുത്താണല്ലോ. ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിട്ടല്ലേ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. എന്ത് വ്യത്യാസം RSS ഇവരും തമ്മിൽ? RSS ഹിന്ദു രാഷ്ട്രം പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ഒരു കാലത്തും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല, അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ രണ്ടു കൂട്ടരും ഈ നാടിനെ പകുത്തെടുക്കാനാണ് ശ്രമിക്കുന്നത്. രണ്ടു കൂട്ടർക്കും രണ്ട് കൈകൊണ്ട് പിന്തുണ കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം വലിയ മതനിരപേക്ഷവാദിയാണെന്ന് അവകാശപ്പെടുകയാണ്. അദ്ദേഹത്തിന് ഒരു ഗീബൽസ് ഉണ്ടല്ലോ, ഹിറ്റ്ലർക്ക് ഗീബൽസ് ഉണ്ടായിരുന്നത് പോലെ ഒരു ഗീബൽസ് പ്രതിപക്ഷ നേതാവിനുണ്ട്. ആരാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഗീബൽസ് ചമയ്ക്കുന്ന കള്ളങ്ങളുടെ പുറത്ത് ഒരു കൃത്രിമ പ്രതിച്ഛായ, മതനിരപേക്ഷവാദിയുടെ പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോ ദിവസവും അതിങ്ങനെ പൊളിഞ്ഞു വീഴുകയാണ്. ധൈര്യമുണ്ടോ പ്രതിപക്ഷ നേതാവിന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഈ പ്രസ്താവനയോട് പ്രതികരിക്കാൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക രാഷ്ട്രവാദത്തെ തള്ളിപ്പറയാൻ, വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഈ നിമിഷം ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ? പറയട്ടെ. നിങ്ങൾ നേരിട്ട് ചോദിക്കില്ല, ഞാൻ ചോദിച്ചതായിട്ടെങ്കിലും ഒന്ന് ചോദിക്കാമോ? അസൗകര്യമുള്ള ഒരു ചോദ്യവും നേരിടേണ്ടി വരാത്ത പ്രതിപക്ഷം ആരെങ്കിലും ചോദിച്ചാൽ അവരെ വരട്ടും ചെയ്യും. അല്ല, നോട്ടീസ് പോലും കൊടുത്തില്ലല്ലോ. ശരി, അതുകൊണ്ട് അതെ, ഒരു വൈരുദ്ധ്യമില്ല. അന്നും കോടതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു നോട്ടീസ് കൊടുത്തല്ലോ. അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം എന്താ? കോടതിയുടെ മുമ്പിൽ നിന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും ആത്മവിശ്വാസം എന്നുണ്ടെങ്കിൽ നോട്ടീസ് കൊടുത്ത ശേഷം അനുവദിക്കില്ലെങ്കിൽ ഈ പ്രതിഷേധം നടത്തുന്നത് മനസ്സിലാക്കാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ശരി, നിങ്ങൾ പറയും നിങ്ങൾ അന്ന് ഗവൺമെന്റ് അനുവദിച്ചില്ലല്ലോ, ഇപ്പൊ നോട്ടീസ് കൊടുക്കാത്തത് എന്തുകൊണ്ടാ? ഇപ്പൊ അനുവദിച്ചാലോ എന്ന് ഭയന്നിട്ടാണ്. അല്ലെങ്കിൽ അനുവദിച്ചിട്ട് ഞങ്ങൾ നോട്ടീസ് കൊടുത്തു, ഗവൺമെന്റ് ഒളിച്ചോടി എന്ന് പറയാമല്ലോ. അത് പറയാൻ പോലുമുള്ള കാത്തു നിൽക്കാതിരുന്ന എന്തുകൊണ്ടാ? ഗവൺമെന്റ് ചിലപ്പോൾ അനുവദിച്ചേക്കാമെന്നുള്ള ഭയം അവർക്കുള്ളത് കൊണ്ടാണ്. അല്ല, അതൊക്കെ ശരി തന്നെ. കോടതിയുടെ പരിഗണനയിലുള്ള മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിനെതിരായിട്ടല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പോ അസാധാരണ സാഹചര്യം ഉണ്ടാവുമ്പോൾ അസാധാരണമായിട്ട് നടപടികൾ സ്വീകരിക്കും. ഗവർണർ അസാധാരണമായിട്ട് ഉള്ള പെരുമാറ്റമാണല്ലോ ഗവർണറിൽ നിന്നുണ്ടായത്. സാധാരണ ഗവർണറുടെ പ്രസംഗത്തെ അപ്പൊ തിരുത്താറുണ്ടോ? അപ്പൊ തിരുത്തിയില്ലേ? അത് സാഹചര്യത്തിനനുസരിച്ചാണ്. പ്രതിപക്ഷത്തിന് പഴയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് നോട്ടീസ് കൊണ്ടുവരുമ്പോഴുള്ള ആത്മവിശ്വാസം, അന്ന് അവർക്ക് ആത്മവിശ്വാസം കൂടുതലുണ്ടായിരുന്നു. കേക്കോ, അന്നത്തെ, അതാ ഞാൻ പറഞ്ഞത്,
അന്ന് ഒരു കാര്യം പുറത്തു വന്നതേ ഉള്ളൂ, കോടതിയുടെ മുമ്പിൽ അത് എത്തി. അപ്പൊ പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നോട്ടീസുമായിട്ട് അന്ന് അവർ വന്നത്. ഇപ്പോ പ്രതിപക്ഷത്തിന് ഒരു നോട്ടീസ് കൊണ്ടുവരാൻ പോലുമുള്ള ആത്മവിശ്വാസമില്ല. കോടതിയുടെ മുമ്പിലാണ് എന്ന് പറഞ്ഞ് സർക്കാർ തള്ളിയില്ലെങ്കിലോ എന്ന ഭയം കൊണ്ടാണ് അവർ നോട്ടീസിന് പോലും മെനക്കെടാതിരുന്നത്. അപ്പോ പ്രതിപക്ഷത്തിന്റെ ആശങ്കയാണ് ഈ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, ചോദ്യമായിട്ട് വന്നത്. നോക്കൂ, ഞങ്ങളുടെ കയ്യിൽ തിരിച്ചുന്നയിക്കാവുന്ന ഒരുപാട് കാര്യമുണ്ട്. സോണിയാഗാന്ധിയുടെ ചിത്രമുണ്ട്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവർ നിത്യസന്ദർശകരായിരുന്നു എന്ന കാര്യമുണ്ട്. ഒരു യാദൃശ്ചിക ചിത്രം പോറ്റിയുമായിട്ട് മാത്രമുള്ളതല്ല, കട്ടവനും വിറ്റവനും വിറ്റ മുതൽ വാങ്ങിയവനും ഒക്കെ ഒറ്റ ഫ്രെയിമിൽ കിട്ടിയ ഒറ്റ ചിത്രമേ ഉള്ളൂ. അത് സോണിയാഗാന്ധിയുടെ കൂടെയാണ്. വാജിവാഹനം കൈമാറിയത് സംബന്ധിച്ച കോടതിയുടെ നിരീക്ഷണമുണ്ട്. UDFന്റെ കാലത്ത് അന്വേഷണത്തിലേക്ക് ഇപ്പോ എത്തിയിരിക്കുകയാണ്. അതേ തറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കോൺക്രീറ്റ് കൊടിമരം, അതിന് ആണല്ലോ വാജിവാഹനമുള്ളത്, അത് അടിച്ചു മാറ്റാൻ വേണ്ടി കോൺക്രീറ്റ് കൊടിമരത്തിൽ ചെതലരിച്ചു എന്ന് പറയുന്ന മറ്റേ സിദ്ധാന്തം ഉണ്ട്. അപ്പൊ കോൺക്രീറ്റിന് വരെ ചെതലരിപ്പിക്കാൻ കഴിവുള്ളവരാണ് കോൺഗ്രസ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കോൺക്രീറ്റിനെ വരെ ചെതല് തിന്നാൻ കഴിവുള്ളവരാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം തെറ്റാണ്. SITയുടെ മേൽ ആരും സമ്മർദ്ദം ചെലുത്തിയിട്ടല്ല. ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ ഇന്നാളെ ചോദ്യം ചെയ്യൂ, ഇന്നാളെ അറസ്റ്റ് ചെയ്യൂ എന്ന് ഞങ്ങൾ പറയുന്നില്ല. നിയമം അതിന്റെ ക്ഷമിക്കൂ. ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അതെന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടാ, കഴിഞ്ഞിട്ട് ചോദിക്കാമല്ലോ. ഞാൻ പറഞ്ഞത് അത് ഞങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ നിങ്ങൾ തന്നെ സമ്മതിച്ചത്. ഞങ്ങൾ അങ്ങനെ ഇടപെടുന്നില്ല, കോടതിയാണ് ഇടപെടുന്നത്. കോടതിയാണ് അന്വേഷണം മോണിറ്റർ ചെയ്യുന്നത്. ഇടപെടുന്ന പോലില്ല, കോടതി മോണിറ്റർ ചെയ്യാൻ ശരിയായ ദിശയിലാണെന്ന് ഉറപ്പുവരുത്താൻ. അപ്പോ അന്വേഷണം നടക്കട്ടെ, ക്ഷമിക്കൂ, നിങ്ങളെല്ലാം ഭയപ്പെടുകയോ അല്ലെങ്കിൽ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ദിശകളിലേക്ക് ഈ അന്വേഷണം എത്തിച്ചേരുന്ന പ്രതീക്ഷിക്കാം. കാരണം ഇപ്പൊ എത്തിയില്ല, 2004 വരെ എത്തിയില്ലേ. ഞങ്ങൾക്ക് ആശങ്കയില്ല. ആശങ്ക പ്രതിപക്ഷത്തിനല്ലേ ഉള്ളത്. അതിനൊക്കെ നോക്കൂ, ഇതുവരെ CPMന്റെ ചരിത്രത്തിൽ ഒരാളെയും സംരക്ഷിച്ച ചരിത്രമില്ല. ഇതിലും ശരിയായിട്ടുള്ള സമയത്ത് എല്ലാ പരിശോധനയും വസ്തുതയുടെയും അടിസ്ഥാനത്തിൽ ഉചിതമായിട്ടുള്ള നടപടി എടുക്കും. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയില്ല. ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലമാവുമ്പോഴേ ഇതാദ്യമൊന്നുമല്ല ഈ വലിയ നുണക്കോട്ടകൾ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും, പക്ഷെ ഇരകളായ ഞങ്ങൾ മറന്നിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം ഇതിലപ്പുറമായിരുന്നില്ലേ? അതൊക്കെ ഇപ്പൊ എന്തായി എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും പിന്നെ പറഞ്ഞിട്ടുണ്ടോ? ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? സ്വർണ്ണക്കടത്ത് അല്ലെ, സ്വർണ്ണമായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെയും പ്രധാന വിഷയം. എന്തായി എന്നുള്ളത് നിങ്ങൾ കൊടുത്ത തലക്കെട്ടുകൾ, പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ, പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഉണ്ടല്ലോ, അതിൽ പിന്നീട് എന്താ സംഭവിച്ചത്? ഖുറാനിൽ സ്വർണം കടത്തി, ഓർമ്മയില്ലേ? എത്ര ദിവസം കേരളത്തിൽ പ്രൈം ടൈം ചർച്ച നടന്നു, എത്ര ദിവസം തലക്കെട്ടായി, എത്ര ദിവസം ഈ ലീഗുകാരും കോൺഗ്രസുകാരും എന്തെല്ലാം അപവാദം പറഞ്ഞു അതിന്റെ പേരിൽ അല്ലെ? ഓരോ ദിവസവും ദലീലിന് കുരുക്ക് മുറുകുന്നു. ദലീലിന്റെ കഴുത്തിനൊരു കുഴപ്പമില്ല, ഇപ്പോഴും അദ്ദേഹം സുഖമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോ ആരോപണങ്ങളുടെ പെരുമഴ സൃഷ്ടിക്കുക, തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തും പറയുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരക്ഷരം അതിനെക്കുറിച്ച് മുണ്ടില്ല. ഈ നാടകം കുറച്ച് കാലമായി കേരളത്തിൽ നടക്കാൻ തുടങ്ങിയിട്ട്. അതിന്റെ ഒന്നും മുമ്പിൽ ഞങ്ങളാരും കുടുങ്ങില്ല. ഖുറാനിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞവർക്ക് ഇപ്പൊ മറുപടി ഉണ്ടോ? ഖുറാന്റെ പേരിൽ ചർച്ചകൾ നടത്തിയവർക്ക് മറുപടി ഉണ്ടോ? ഈന്തപ്പഴത്ത് സ്വർണം കടത്തി എന്നുള്ളത് കേരളത്തിൽ വലിയ മാധ്യമ തലക്കെട്ടായിരുന്നില്ലേ? ലീഗിന്റെ ആരോപണമായിരുന്നില്ലേ? ED വന്ന് നിരങ്ങിയതല്ലേ കേരളം മുഴുവൻ? എന്തായി? മറുപടി ഉണ്ടോ? മറുപടി പറയാൻ ബാധ്യസ്ഥരല്ലേ? ഞങ്ങളല്ലേ അതെല്ലാം അന്ന് നേരിട്ടവർ. അതുപോലെ കോവിഡ് കിറ്റിൽ അഴിമതി എന്തായി? ബ്രൂവറി അനുവദിച്ചതിൽ അഴിമതി,
എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒന്നും ഞങ്ങൾ മറന്നിട്ടില്ല കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞുതരാം, ഒന്നും മറന്നിട്ടില്ല. കവിത, തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾ കവിത ഡൽഹി മദ്യനയ കേസിലെ പ്രതി തിരുവനന്തപുരത്ത് വന്നു, ഞാനുമായിട്ട് ചർച്ച നടത്തി, എന്റെ വീട്ടിൽ താമസിച്ചു, എന്നിട്ടാണ് ബ്രൂവറി അനുവദിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപണം. ആദ്യ ഒരു പത്രം വലിയ വാർത്ത കൊടുത്തു, പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചു, അത് പൊളിഞ്ഞപ്പോ വാർത്ത പിൻവലിക്കേണ്ടി വന്നു അല്ലേ? പ്രതിപക്ഷ നേതാവ് ഇന്ന് വരെ ഞാൻ പറഞ്ഞു തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോ എന്തും പറയുക, എന്നിട്ട് ചെളിവാരി എറിയുക തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. അത് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാട്ടം ഇല്ലാതാവുക. എന്റെ കയ്യിൽ നീണ്ട പട്ടികയുണ്ട്. ഈ പ്രതിപക്ഷം ഈ സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ പോയിട്ട് ഒളിഞ്ഞ് പാളീസായിട്ടുള്ള കേസുകളുടെ ഒരു നീണ്ട പട്ടികയുണ്ട്. ഇനി വേണമെങ്കിൽ പറയാം. അങ്ങനെ പലതും വരും. വാളയാർ ഓർമ്മയില്ലേ? അല്ല, ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ഇത് അനുഭവിച്ചവരെന്ന നിലയിൽ, ഈ വേട്ടയാടൽ അനുഭവിച്ചവരെന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്. ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ, മൈക്ക് ഞങ്ങളുടെ നേരെ മാത്രമേ നീളൂ. അതാ പ്രശ്നം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സ്ത്രീയെയും കൊണ്ടല്ലേ നടന്നത്? ഈ കേരളം മുഴുവൻ നടന്നില്ലേ? മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിച്ചില്ലേ? ഇല്ലേ? ഇനി അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ വരാനിരിക്കുന്നു അടുത്ത 2 മാസം? ഞങ്ങളതെല്ലാം അതിനെല്ലാം തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. അതെ, ആ സ്ത്രീ പിന്നീട് സ്വന്തം മക്കളെ കൊന്ന കേസിൽ പ്രതിയായിട്ടില്ല. അത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ അവതരിപ്പിച്ച സ്ത്രീ 2 പിഞ്ചുകുട്ടികളെ കൊന്ന കേസിൽ അല്ലെ, അവരുടെ ആത്മഹത്യക്കിടയാക്കിയ കേസിൽ CBI കണ്ടെത്തി പ്രതിപട്ടികയിൽ വന്ന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. കോടതി തള്ളിയതല്ലേ അതൊക്കെ? അതെല്ലാം കോടതി തള്ളിയതാ. ഒരു കേസിലും നിങ്ങളെല്ലാം പ്രചരിപ്പിച്ചത് യാഥാർത്ഥ്യമായിട്ടില്ല. ഇനി വേറെ ഉദാഹരണം എന്റെ വേറെ ഉണ്ട്. 1-ാം പേജിലെ വാർത്തയായിരുന്നു കാറ്റാടിപ്പാടം. 2 മന്ത്രിമാർക്ക് മഹാരാഷ്ട്രയിൽ ഭൂമി. എന്തായി പറയണ്ടേ? അപ്പോ തെരഞ്ഞെടുപ്പ് കാലമായാൽ സംഭ്രമജനകമായിട്ടുള്ള തലക്കെട്ടുകൾ, വാർത്തകൾ, പരമ്പരകൾ വരും. ഇപ്പോ മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമേ വന്നിട്ടുള്ളൂ. അടുത്ത 2 മാസത്തേക്ക് തയ്യാറാക്കി വെച്ചതൊക്കെ ഞങ്ങൾക്കറിയാം. അതെല്ലാം ഞങ്ങൾക്കറിയാം. അല്പം മുമ്പ് ശിവൻകുട്ടി മിനിസ്റ്റർ പത്രസമ്മേളനം നടത്തിയപ്പോൾ ചോദിച്ചില്ലേ അത് അദ്ദേഹത്തിന് കിട്ടിയ ഉയരത്തിന്റെ അടിസ്ഥാനത്തിലായി. എനിക്കങ്ങനെ എന്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ ആരെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കേണ്ടവരല്ല. ഞങ്ങളത് ചെയ്തിട്ടുമില്ല. അല്ല, കേൾക്കൂ, ഇല്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ സഭയിൽ പറഞ്ഞതാണല്ലോ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, സ്വർണം കട്ടത് ആരപ്പ എന്ന ചോദ്യം അവിടെ പോയി ചോദിക്കുന്നത് നല്ലതാണ്. കാരണം കട്ടവരും വിറ്റവരും വിറ്റ മുതൽ വാങ്ങിയവരും ഒരുമിച്ച് സോണിയാഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ആരാണ് സോണിയാഗാന്ധിയോട് ചോദിച്ചാൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഇനി പലതും വരും. ഇനി പലതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത്രയൊക്കെ ഉള്ളൂ. അദ്ദേഹത്തെ ലോകായുക്തയായിട്ട് നേരത്തെ തീരുമാനിച്ചതല്ല, വേറൊരാളെയാണ് തീരുമാനിച്ചത്. അദ്ദേഹം മരിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റിസ് രാജൻ മരിച്ചപ്പോഴാണ് പിന്നീട് ഇങ്ങനെ ഇദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ആളാണ്, ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ആളാണ്. ആ നിലയിലാണ് അദ്ദേഹത്തെ വെച്ചിട്ടുള്ളത്. അപ്പൊ ആരോപണങ്ങൾക്ക് കുറവുണ്ടാവില്ലേ? ഇനി എല്ലാം ആരോപണമാവും. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഏത് നീർക്കോലിക്കും വിഷമുണ്ടാവുന്ന കാലമാണ്. അത് വരും. പക്ഷെ ഒന്നുണ്ട്, അപ്പുറത്തു നിന്നുള്ളതൊക്കെ ഒന്നുകിൽ തമസ്കരിക്കപ്പെടും, അല്ലെങ്കിൽ മൂടിവെക്കപ്പെടും.
ഒരാൾ ഇങ്ങനെ പറഞ്ഞ് അലറിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, മതമാണ് 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 പ്രശ്നമെന്ന്. പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു ആരെങ്കിലും? അല്ലേ? മതം പറഞ്ഞ് വോട്ട് പിടിച്ചതിന് അയോഗ്യനായ ഒരാൾ ഇപ്പൊ ഇരിക്കുക. എന്നിട്ട് ലീഗിന്റെ നേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി പറയാണ് ലീഗ് വലിയ മതനിരപേക്ഷ പാർട്ടിയാണ്. അല്ലേ? ചോദ്യം ഞങ്ങളോട് മാത്രമേ വരുത്തുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ മറുപടി പറയേണ്ട ബാധ്യതയുള്ളൂ എന്നുള്ളതാണ്. ഇവർക്കൊന്നും ഒരു മറുപടി പറയേണ്ട ബാധ്യതയില്ല. ഒരു സമുദായത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് നിക്ഷേപിച്ചയാള് ആരെങ്കിലും ചോദിച്ചോ? അതിനോട് യോജിക്കുന്നുണ്ടോ? അത് തെറ്റല്ലേ എന്നാരെങ്കിലും ചോദിച്ചോ? ആരാണ് ആദ്യം എഴുന്നേറ്റത്? സഭയിലുണ്ടായിരുന്നോ? ആരാദ്യം എഴുന്നേറ്റത്? ചരമോപചാരത്തിന് മുമ്പ് ചാടി എഴുന്നേറ്റത് ആരായിരുന്നു? സത്യസന്ധമായിട്ട് പറയണം. അപ്പൊ സ്പീക്കർ ആരോടാ പറഞ്ഞത്? പ്ലീസ്, ചരമോപചാരമാണ്, ഒന്ന് ക്ഷമിക്കൂ എന്ന് പറഞ്ഞത് ആരോടാ? എന്നോടല്ലല്ലോ, ഞങ്ങളോട് ഭരണപക്ഷത്തോടല്ലല്ലോ. ചരമോപചാരത്തിന് പോലുമുള്ള ക്ഷമയോ മര്യാദയോ കാണിക്കാതെ ചാടി എഴുന്നേറ്റത് ആരാ? പ്ലക്കാർഡായിട്ട് വന്നു. ഞങ്ങളുടെ കയ്യിൽ പ്ലക്കാർഡ് ഉണ്ടായിരുന്നു. എന്താ അതിനർത്ഥം? പ്ലക്കാർഡായിട്ട് വന്നപ്പോ അതിനർത്ഥം എന്താ? ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നടത്തണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നല്ലേ അർത്ഥം. ഞങ്ങളുടെ ആരുടെയും കയ്യിൽ പ്ലക്കാർഡ് ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞു, ചരമോപചാരം കഴിഞ്ഞ ഉടനെ വീണ്ടും ചാടി എഴുന്നിട്ട് തരാ. ഞാൻ സബ്മിഷന് മറുപടി പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, സ്വാഭാവികമായിട്ടും ഭരണപക്ഷം ഈ പ്ലക്കാർഡുകളുമായിട്ട് നടുത്തളത്തിൽ ഇറങ്ങിയാൽ പ്രതിപക്ഷം പിന്നെ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ വരുന്നത്? ഞങ്ങളെന്താ രാഷ്ട്രീയ പ്രവർത്തനമല്ലേ നടത്തുന്നത്? അപ്പൊ അതിനെ ആ നിലയിൽ തന്നെയല്ലേ നേരിടുക ഭരണപക്ഷം. ചരമോപചാരത്തിന് കാത്തു നിൽക്കാൻ പോലുമുള്ള മര്യാദ കാണിക്കാത്ത പ്രതിപക്ഷത്തിന്റെ മുമ്പിൽ പിന്നെ ഓച്ചാനിച്ചു നിൽക്കണം. പ്രതിപക്ഷ നേതാവ് വിസ്മയം വിട്ട് PD സതീശൻ എന്ന് മാറി കുറച്ചു കാലം അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വിസ്മയം സതീശൻ എന്നായിരുന്നല്ലോ. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പല കാര്യങ്ങളും പറയാനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു വിസ്മയം സൃഷ്ടിക്കാൻ വേണ്ടി നടന്നിട്ട് അവസാനം മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ. അതിന് സോണിയാഗാന്ധിയെ കൊണ്ടുവരെ വിളിപ്പിച്ചൊന്ന് കഥയുണ്ടാക്കിയതല്ലേ. അതാ ഞാൻ പറഞ്ഞത്, വലിയ ഒരു പ്രചരണ സംവിധാനം ഒരു ഗീബൽസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാടകയ്ക്കെടുത്തൊരു ഗീബൽസ് ഉണ്ട്. അറിയില്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും? നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്നവരായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ആയിരിക്കുമല്ലോ ഏറ്റവും നന്നായിട്ട് അറിയുക. ഇൻപുട്സ് കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നില്ലേ? അല്ല, അതാ പറഞ്ഞത്, AKG സെന്ററിൽ ഉള്ള ആള് നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇത് അതൊന്നും അല്ലല്ലോ. അതെ, പ്രതിപക്ഷ നേതാവ് ഈ മറ്റേ അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന് പതുക്കെ പറഞ്ഞില്ലേ, ധർമ്മപുത്രർ. അതുപോലെ പ്രതിപക്ഷ നേതാവ് പറയുന്നതാണ് വർഗീയതയ്ക്കെതിരെ വേരോടുകൂടി പോരാടും, എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയും ലീഗ് ഒഴികെ എന്ന് ബ്രാക്കറ്റ് പതുക്കെ. അതാണ് മതമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ വേണ്ടി, സമുദായത്തിന് വേണ്ടി അധികാരം പിടിച്ച് 9.5 കൊല്ലത്തെ നഷ്ടം വകവെച്ചു കൊടുക്കണം എന്ന് പറയുന്ന നേതാവിനെ സംരക്ഷിക്കുന്ന പാർട്ടിയെ പിന്നെ എന്ത് പാർട്ടി വിളിക്കണം? നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ല, ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. നോക്കൂ, സമുദായത്തിന് വേണ്ടി ആണ് അധികാരം പിടിക്കേണ്ടത്, അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞയാൾ മതം പറഞ്ഞ് വോട്ട് പിടിച്ചതിന് അയോഗ്യനാക്കപ്പെട്ട, സുപ്രീം കോടതിയിൽ പോയിട്ട് രക്ഷപ്പെടാത്ത ഒരാൾ, അയാൾ ഇപ്പോഴും ലീഗിന്റെ നേതാവായിരിക്കുന്നുവെങ്കിൽ ആ ലീഗിനെ എന്ത് പാർട്ടി എന്ന് വിളിക്കണമെന്ന് ശരി ഞാൻ പറയുന്നില്ല. നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാം. എന്താ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞ അർത്ഥം? മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പാർട്ടി വർഗീയ പാർട്ടിയാണ്. മതത്തിന് വേണ്ടി മതമാണ് പ്രശ്നം, സമുദായത്തിന് വേണ്ടിയാണ് അധികാരം പിടിക്കേണ്ടത്, അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് പോയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു നേതാവ് മതം ഉപയോഗിച്ച് വോട്ട് പിടിച്ചതിന് അയോഗ്യനാക്കപ്പെട്ട ഒരാൾ ഇപ്പോഴും നേതാവായിരിക്കുന്ന ഒരു പാർട്ടി ഏത് പാർട്ടിയാണ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അല്ല, അതാ പറഞ്ഞത്, എല്ലാവരുടെ പ്രസ്താവനയും ചർച്ച ചെയ്യപ്പെടുന്നത് നല്ലതാണ്. ചിലർക്ക് സംരക്ഷണം ഒരുക്കുന്നതും സഹിച്ചെറിയ ഇന്നലെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ. ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട് പാർട്ടി നിലപാട് ബാക്കിയെല്ലാം നിങ്ങൾ ഒറ്റ പരാമർശം പോലും ജമാഅത്തെ ഇസ്ലാമി നേതാവിന്റെ പ്രസ്താവനയെ കുറിച്ച് നടത്തിയില്ല. അപ്പൊ എന്തൊരു കരുതലാണെന്നാണ് അതൊക്കെ കാണിക്കുന്നത്. ഞാൻ അങ്ങോട്ട് ഓർമ്മിപ്പിക്കേണ്ടി വന്നു. അപ്പോ പക്ഷേ നിങ്ങൾ എല്ലാ ആയുധവും നഷ്ടപ്പെട്ടപ്പോ സതീച്ചെറിയാൻ ഖേദം പ്രകടിപ്പിച്ചൊരു കാര്യം വീണ്ടും എടുത്തിട്ടാണ്. ഗോവിന്ദമാഷ് പറഞ്ഞിട്ടുണ്ട് അത് പാർട്ടിയുടെ നിലപാടല്ല, അതുകൊണ്ടാണ് സതീച്ചെറിയാൻ തിരുത്തേണ്ടി വന്നത് എന്ന് ഗോവിന്ദമാഷ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവരും തമ്മിലുള്ള വ്യത്യാസം, പ്രതിപക്ഷ നേതാവും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? തെറ്റായ കാര്യമാണെങ്കിൽ തിരുത്തും, പാർട്ടി നിലപാട് അതല്ലാന്ന് വ്യക്തമാക്കും. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിന്റെ കാര്യത്തിൽ ഒന്ന് വാതുറക്കാൻ പറയൂ. ആ ചോദ്യം ചോദിക്കാൻ കെൽപ്പുള്ളവരുണ്ടോ? അദ്ദേഹത്തോടൊന്ന് ചോദിക്കാൻ. അല്ല, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല, ഞങ്ങൾ കൂട്ടം കൂടിയിട്ടില്ല, സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടില്ല, ഞങ്ങൾ മുന്നണിയിൽ കൊടുത്തിട്ടില്ല. മനസ്സിലാക്കി പോകണം. ഞങ്ങള് കൂട്ടുകൂടിയിട്ടില്ല, ഞങ്ങൾ മുന്നണിയിലെടുത്തിട്ടില്ല, ഇവര് നല്ല കുട്ടികളാണ്, പണ്ടത്തെ പോലെയല്ല എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. ആ കൊടുത്തയാൾ നിങ്ങളുടെ മുമ്പിലെത്തിയാലും നിങ്ങൾ ആരും ചോദ്യം ചോദിക്കുന്നില്ല. ആ കൊടുത്തയാൾ നിൽക്കുകയല്ലേ, ഇപ്പൊ നിങ്ങളെ കണ്ടുപോയതല്ലേ, ആരെങ്കിലും ചോദിച്ചോ? അവിടെ നിങ്ങളുടെ ആളുകളുണ്ടല്ലോ, ചോദിച്ചോ? ഞാൻ എത്ര നേരമായി നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഇരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം, അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടോ? ഇറക്കി വിടുന്നു പറയും, പറഞ്ഞിട്ടുണ്ടല്ലോ പലരോടും. അതിന്റെ വേറൊരു ഭാഷയാണ് ഇറക്കി വിടുന്നത്. വിളിച്ചു വരുത്തിയിട്ടാണത് പറഞ്ഞത്, വിളിക്കാതെ വന്നിടത്താണ് മറ്റത് പറഞ്ഞത്. ആ വ്യത്യാസമുണ്ട്. അതായത് RSSും BJPയും തമ്മിലുള്ള ബന്ധം എന്താ? അതല്ല ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയും തമ്മിലുള്ള ബന്ധം. ഒരേ മോഡസ് ഓപ്പറൻഡിയല്ലേ രണ്ടു കൂട്ടരുടെയും, ഒരേ പ്രത്യയശാസ്ത്ര പദ്ധതിയല്ലേ രണ്ടു കൂട്ടരുടെയും, ഒരേ സംഘടനാ സംവിധാനമല്ലേ രണ്ടു കൂട്ടരുടെയും. RSSന്റെ ലക്ഷ്യം ഹിന്ദു രാഷ്ട്രം, ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രം, ഇസ്ലാമിക് റിപ്പബ്ലിക്. RSS അവകാശപ്പെടുന്നത് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടില്ല, അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് BJP. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നില്ല, അതിനുണ്ടാക്കിയതാണ് വെൽഫെയർ പാർട്ടി. അല്ലെ? ഇതൊന്നും മനസ്സിലാവാത്ത ആൾക്കാരാണോ നാട്ടുകാർ? നിങ്ങൾ ഇതൊന്നും മനസ്സിലാവാത്ത ആൾക്കാരാണോ? അത്രയും നിഷ്കളങ്കരായി പോയോ നിങ്ങളൊക്കെ? അല്ല, ഞങ്ങൾ CPM-ലാണ് പ്രവർത്തിക്കുന്നത്. CPM-ന്റെ നിലപാടിനെതിരായതുകൊണ്ടാണ് അത് തിരുത്തിയത്. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് സംസ്ഥാന സെക്രട്ടറിയാണ് പറയുക. എന്ന് പറഞ്ഞാൽ മറ്റത് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് മനസ്സിലായി. ഇപ്പൊ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും അത് ഉപേക്ഷിക്കാനാവില്ല. ഞങ്ങളിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. RSSന് ഹിന്ദു രാഷ്ട്രവാദം ഉപേക്ഷിക്കാൻ പറ്റില്ല, ജമാഅത്തെ ഇസ്ലാമിക രാഷ്ട്രവാദം ഉപേക്ഷിക്കാൻ പറ്റില്ല. രണ്ടു കൂട്ടരും തമ്മിലുള്ള പരസ്പര ആശ്രയത്വമുണ്ട്. RSSനെ ചുണ്ടി ഇവർ വളരും, ഇവരെ ചുണ്ടി RSSും വളരും. ഒന്നില്ലാണ്ട് മറ്റൊന്നിന് നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്
രണ്ട് വർഗീയതയും എതിർക്കണം. ഏറ്റവും വലിയ ഭീഷണി RSS ആണ്, അത് ഉയർത്തുന്ന വർഗീയതയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവർക്കാണ് അധികാരം പിടിക്കാൻ വേണ്ടി അവരധികാരം പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരാണ് ഏറ്റവും വലിയ ഭീഷണി. പക്ഷേ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവരുടെ വർഗീയതയെ പ്രാധാന്യത്തോടെ എതിർക്കേണ്ടത്? എന്തുകൊണ്ടാണ്? RSSന് വളരാനുള്ള ഇന്ധനമാണ് ഇവർ സൃഷ്ടിക്കുന്നത് എന്നാണ്. രണ്ടു കൂട്ടരും ചേർന്ന് നാടിനെ പകുത്തെടുക്കുകയാണ്. ഞങ്ങൾ ഈ മതമല്ല പ്രശ്നം 80കളിലെ DYFI മുദ്രാവാക്യം ഇപ്പോഴും വർഗീയവാദികളെ എങ്ങനെ അലോസരപ്പെടുത്തുന്നു എന്നതുകൊണ്ടാണ് മതമാണ് പ്രശ്നം എന്ന് പറയുന്നത്. എന്നാണ് ആ മുദ്രാവാക്യം ഉയർത്തിയെന്ന് കൂടി ഓർക്കണം. 1980കളിൽ നിലയ്ക്കൽ പ്രശ്നമുണ്ടായി. അതുപോലെ അന്ന് 80കളിൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നുള്ള ചുമരെഴുത്തുമായിട്ട് സിമി വന്നു. അന്ന് RSSന്റെ മറുപടി വന്നു, ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. ഈ രണ്ട് ചുമരെഴുത്തുകൾ കേരളത്തിൽ നിറഞ്ഞപ്പോൾ അന്നാണ് DYFI ഈ പ്രശ്നം ഉയർത്തിയത്. ബാക്കി കൂടിയുണ്ട്. ലീഗ് നേതാവിന് ഒരു ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ അതേ താല്പര്യമുള്ളൂ. മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നാണ് മുദ്രാവാക്യം. ആ സന്ദർഭത്തിലാണ് ഉയർത്തിയത്. അതാണ് ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. രണ്ടു കൂട്ടരും നാടിന് തീ കൊടുക്കാൻ വേണ്ടി ചൂട്ടുമായിട്ട് വന്ന സമയത്ത് രണ്ടിനുമിടയിൽ മതനിരപേക്ഷതയുടെ നെടുങ്കോട്ട തീർത്തിട്ടുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും ഞങ്ങളോട് ശത്രുത ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ ശത്രുതയെ നേരിട്ടാണ് ഞങ്ങൾ വളർന്നു വന്നിട്ടുള്ളത്. അത് ഇനിയും നേരിടേണ്ടി വരും. രണ്ട് ഭാഗത്തു നിന്നും കല്ലേറുകൾ വേണ്ടി വരും, രണ്ട് ഭാഗത്തു നിന്നും കത്തിമുനകൾ വരും എന്ന് ഞങ്ങൾക്കറിയാം. അത് നേരിട്ടിട്ടുള്ളവരാണ്. എത്ര ഉദാഹരണങ്ങൾ ഉണ്ടെന്നറിയാമോ? എന്നിട്ട് ഇപ്പോ ചിലര് മതനിരപേക്ഷ വേഷം അണിഞ്ഞ് നടക്കുകയാണ്. RSSനെ എതിർക്കുന്നവരാണ് പോലും. എന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് KV സുധീഷ്, SFIയുടെ നേതാവായിട്ട്. 36 കഷ്ണമായിട്ടാണ് ശരീരം വെട്ടി നുറുക്കിയത്. RSS ചെയ്തത്. ഞങ്ങളുടെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു ഗുരുവായൂരിലെ വത്സലൻ. ഈ ലീഗ് നശിപ്പിക്കുകയാണ് മുനിസിപ്പൽ ചെയർമാനായിരിക്കെ കൊന്നത്. മനസ്സിലായോ? ഞങ്ങൾക്ക് അത്തരം നിരവധി അനുഭവങ്ങളുണ്ട്. ഞങ്ങള് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങളുടെയൊക്കെ ജീവനും ചോരയും കൊണ്ടാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെയും നിങ്ങൾക്ക് ഗോൾവാൾക്കറുടെ മുമ്പിൽ താണു വണങ്ങി നിൽക്കുന്ന ഒരു ചിത്രവും കാണാൻ പറ്റില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെയും കാണാൻ പറ്റില്ല. അപ്പുറത്തുനിന്ന് ഇഷ്ടം പോലെ കിട്ടും. ആ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമൊക്കെ ഗീബൽസിയൻ പ്രചരണ തന്ത്രങ്ങൾ കൊണ്ട് മറക്കാം എന്നാരും കരുതരുത്. തെറ്റല്ലാത്ത കാര്യം പിന്നെ തിരുത്തേണ്ട ആവശ്യമില്ല. തിരുത്തുന്നത് തെറ്റാണ്. നോക്കൂ, ഇതില് നിങ്ങൾക്ക് അത്തരം വ്യാഖ്യാനത്തിന്റെ ഒന്നും പഴുതില്ല. പാർട്ടി നിലപാടിന് നിരക്കാത്ത തെറ്റായ കാര്യമാണ് തിരുത്തുക. ഇപ്പൊ ഞാൻ മലയാളത്തിലാണല്ലോ പറഞ്ഞത്. തിരുത്തുന്നത് പാർട്ടി നിലപാടിന് എതിരായതുകൊണ്ടാണ്. ഗോവിന്ദ മാഷും അതാണ് പറഞ്ഞത്. നിങ്ങൾ സതീശനോട് ചോദ്യം ചോദിക്കാൻ എന്താ പറയാ കിട്ടാത്ത അവസരം, അല്ലെങ്കിൽ അതിന് ധൈര്യമില്ലാത്തതുകൊണ്ടോ ആ ചോദ്യം കൂടെ എന്നോട് ചോദിക്കണ്ട. പുറത്ത് ചോദ്യം അദ്ദേഹത്തോട് കൂടി പോയി ചോദിക്കും. ചോദിച്ചില്ലല്ലോ നിങ്ങൾ ചോദിച്ചില്ലല്ലോ. നിങ്ങൾ ചോദിച്ചിട്ടില്ലാത്തത് മാത്രമല്ല, ചോദിക്കുകയുമില്ല. അതിനൊന്നുള്ള ധൈര്യം നിങ്ങൾക്കില്ല. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തത് തെറ്റായില്ലേ എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് തിരുത്തിന്റെ മറ്റേ അക്ഷരം തെളിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നത് പരിഹാസ്യമാണ്. ഞാൻ മലയാളത്തിലാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പോരെങ്കിൽ സതീഷ് അറിയാനോട് പോയി ചോദിക്കും. കുറച്ച് വിഷമം കാണുമെന്ന് മനസ്സിലായി. ആ വിഷമം കണക്കിലെടുക്കാൻ തൽക്കാലം നിർവാഹമില്ല. കേട്ടോ, ഞാൻ ഇത് വ്യക്തിപരമൊന്നുമല്ല. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു നെറേറ്റീവിനെ നിങ്ങളെല്ലാം ചേർന്ന്, ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, ചിലർ ചേർന്ന് ഞങ്ങൾക്കെതിരായിട്ട് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ. ആ നെറേറ്റീവിനെ തുറന്നു കാണിക്കൽ ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ കുറച്ച് പ്രയാസങ്ങൾ കാണും. അതിപ്പോ തൽക്കാലം ഞങ്ങൾക്ക് കണക്കിലെടുക്കാൻ നിർവാഹമില്ല. ഇത് രാഷ്ട്രീയമായ പോരാട്ടമല്ലേ, തെരഞ്ഞെടുപ്പല്ലേ. അപ്പൊ പ്രതിപക്ഷത്തിന്റെ നാവായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച്
ശക്തമായിട്ട് തന്നെ പറയേണ്ടി വരും. അങ്ങനെ എടുത്താൽ മതി. ശരി, നമുക്ക് അവസാനിപ്പിക്കാം.